മലപ്പുറം കൂരിയാട് വഴി കടന്നു പോകുന്ന ദേശീയപാതയുടെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്നപ്പോൾ NHAI പ്രാഥമിക പരിശോധന നടത്തി. ഒട്ടും അശാസ്ത്രീയതയില്ലെന്നാണ് വിലയിരുത്തൽ. പക്ഷെ അപ്പോഴും ഈ നാട്ടുകാരുന്നയിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനെയൊരു ചതുപ്പു നിലത്തിൽ ദേശീയപാത കെട്ടിപ്പൊക്കുമ്പോൾ അതിനു പിന്നിൽ എഞ്ചിനീയർക്കുണ്ടായ കോൺഫിഡൻസ് എന്താണ്? ഇത്തരത്തിലുള്ള ഒരു ചതുപ്പ് നിലയത്ത് ഇങ്ങനെ വർക്ക് നടക്കുമ്പോൾ ഇവിടെ നടത്തേണ്ട ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടുണ്ടോ? അതായത് ഇവർ പറയുന്നത് മണ്ണ് വികസിച്ചതാണ് എന്നുള്ളതാണ്. പക്ഷെ മണ്ണ് വികസിക്കണമെങ്കിൽ ഇവിടെ ചതുപ്പ് നിലയത്തിൽ ഇത്തരത്തിൽ നിർമ്മാണം നടത്തുമ്പോൾ നടത്തേണ്ട പഠനം നടത്തിയിട്ടുണ്ടോ? മണ്ണ് പരിശോധന റിപ്പോർട്ട് ഇവിടുന്ന് പുറത്തുവിടാൻ തയ്യാറുണ്ടോ? NHAIയുടെ പ്രതികരണത്തിലും നാട്ടുകാർ അതൃപ്തരാണ്. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായുമെല്ലാം ജില്ലാ കളക്ടർ ചർച്ച നടത്തി. യോഗത്തിലും ദേശീയപാത അതോറിറ്റിക്കെതിരെ ജനപ്രതിനിധികളും വിമർശനം നടത്തി. ഇതുപോലുള്ള വയലിൽ ഈ കൺസ്ട്രക്ഷൻ നമ്മുടെ ഇതുപോലുള്ള ഒരു റെയിനി സീസണിൽ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങളൊക്കെ ഒരു ലേമൻസ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. സംഭവം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടറും അറിയിച്ചു. ഈ സംഭവത്തിനെ പറ്റി ഒരു പ്രിലിമിനറി അസസ്മെന്റ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. ഇതൊരു പാഡി ലാൻഡ് വഴി പോകുന്ന ഒരു പുതിയ കൺസ്ട്രക്ഷനാണ്. ആ പാഡി ലാൻഡിൽ വളരെയധികം എർത്ത് ഡിപ്പോസിറ്റ് ചെയ്താണ് നാഷണൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പാഡി ലാൻഡിൽ ബഡ്ജിങ് ഉണ്ടാവുകയും അത് റോഡിനെ ബാധിച്ചു എന്നാണ് ഇനിഷ്യലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതിനിടെ ഇന്നലെ ദേശീയപാത തകർന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും വിള്ളൽ ശക്തമായി. സർവീസ് റോഡിൽ വിള്ളൽ കൂടുകയും താഴുകയും ചെയ്തു. ദേശീയപാത അതോറിറ്റിക്കെതിരെ പ്രദേശവാസികൾ ഇന്നും പരാതികളുമായി രംഗത്തെത്തി. ഇത്രയും ഹൈറ്റിൽ ഇവിടെ റോഡിൻ്റെ ഇത് വളരെ അപകടകരമായ സാധ്യതയാണ് പോകേണ്ടത്. പിന്നെ തൊട്ടടുത്ത് തോടും പോയാണ്, അതൊക്കെ അടച്ചിട്ടാണ് ഇത് പോകേണ്ടത്. ഇതിന് പൊട്ട് കുടുങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും വരെ വിളിച്ചിട്ടുണ്ട്. ഹൈവേ ഓഫീസർമാരെല്ലാം വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ കണ്ണൂർ തൊട്ട് കുറ്റിപ്പുറം വരെ നോക്കിയാലും ഹൈറ്റിൽ ഓവറായിട്ട് പടുത്ത സ്ഥലങ്ങളിലൊക്കെ പൊട്ടുണ്ട്, നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. പ്രദേശത്ത് നാളെ വിദഗ്ധ സംഘമെത്തി വിശദമായി പരിശോധന നടത്തും. കൂരിയാടിലെ നടുക്കം മാറുന്നതിന് മുൻപേ തന്നെയാണ് തലപ്പാറയിലെയും ആശങ്കയാക്കിക്കൊണ്ട് വിള്ളൽ. എന്തായാലും ജനമനസ്സിലെ വിള്ളൽ നികത്തിയേ പറ്റൂ. അടിയന്തര പരിഹാരം തന്നെ വേണം. അത് എങ്ങനെയെന്ന് ആലോചിക്കേണ്ടവർ ആലോചിച്ച് തന്നെ ചെയ്യണം. പ്രജോഷ് കുമാറിനൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.